പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 28 ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. 1 Corinthians chapter 1 verses 5 and 6 നാം ഇപ്രകാരം വായിക്കുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് 2 കത്തുകൾ എഴുതിയതാണ്. 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ എന്ന നാമധേയത്തിൽ വിശുദ്ധ വചനത്തിൽ ചേർത്തിരിക്കുന്നത്. കൊരിന്ത് സഭ ഒരു വലിയ സഭയായിരുന്നു അന്ന്. അതിന്റെ കാരണം, കൊരിന്ത് പല വിധങ്ങളിൽ പേരുകേട്ട ഒരിടമായിരുന്നു. സാമൂഹികമായി, സാംസ്കാരികമായി, സാമ്പത്തികമായി, പൈതൃകങ്ങൾ നിറഞ്ഞ്, ബിസിനസ് സംബന്ധമായി എന്ന് വേണ്ട വിവിധ നിലകളിൽ പ്രസിദ്ധി ആർജിച്ച ഒരു പ്രദേശമാണ്. അതോടൊപ്പം അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളും കുപ്രസിദ്ധികളും ആ പ്രദേശം നേരിടേണ്ടതായിട്ട് വന്നു. ബിസിനസ്സും സമ്പത്തും ഉണ്ടായിരുന്നത് കൊണ്ട് പല അനാവശ്യ ജീവിതചര്യകളും ആ പ്രദേശത്ത് നിലനിന്നു. നിർഭാഗ്യവശാൽ അവയിൽ പലതും കൊരിന്ത് സഭയിലും ചേക്കേറിയിരുന്നു എന്ന് നാം കൊരിന്ത് ലേഖനം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും ഇതാ കൊരിന്ത് സഭയെക്കുറിച്ച് പൗലോസ് പറയുന്ന സാക്ഷ്യമാണ് ഇന്ന് നാം വാഗ്ദത്ത വചനമായി വായിച്ച് കേട്ടത്. 5-6 വാക്യങ്ങളിൽ ഒന്നാമതായിട്ട് പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങളുടെ സാക്ഷ്യം ഉറപ്പാണ്. പൗലോസ് എത്ര തൃപ്തിയോടെ, സന്തോഷത്തോടെയാണ് ഈ കാര്യം പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ സാക്ഷ്യം ഉറപ്പാക്കിയിട്ടുള്ളവരാണ്. ഇത് ഈ നാളുകളിൽ ക്രൈസ്തവ സഭയ്ക്ക്, എനിക്ക്, നമുക്ക് ഓരോരുത്തർക്കും മുൻകൈ എടുത്ത് നിലനിർത്തേണ്ടതും കൈവരിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പ്രാർത്ഥിച്ചും നേടിയെടുത്ത എല്ലാ നന്മകളും അവരവരുടെ സാക്ഷ്യത്തോടൊപ്പം തന്നെ നിലനിർത്തി. പക്ഷേ അതിൻ്റെ അടുത്ത തലമുറകളായി നാം വന്നപ്പോൾ അനുഗ്രഹങ്ങളും നന്മകളും നാം അനുഭവിക്കുകയും കൈമുതലാക്കുകയും ചെയ്തതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തീയ സാക്ഷ്യം പുലർത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഇന്ന് എല്ലാ സഭകളും വളർന്നു. അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചുമൽ കൊടുക്കുകയും ചെയ്ത ധാരാളം പിതാക്കന്മാരുണ്ട്. അവരുടെ ത്യാഗത്തിന്റെയും കണ്ണുനീരിന്റെയും മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ചതിന്റെയും ഫലമാണ് ഇന്ന് സഭകൾ വളർന്നത്. അതെ, സഭകൾ വളർന്നപ്പോൾ സാമ്പത്തികമായി ഉയർന്നു. തന്മൂലം ധാരാളം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാവശ്യങ്ങളും ഒക്കെ കടന്നു കൂടുകയും ചെയ്തു. കാരണം ഈ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് അറിയാത്തതിനാൽ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ കൊരിന്ത് സഭയെക്കുറിച്ച്
പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങളുടെ സാക്ഷ്യം ഉറപ്പാണ്. മാത്രമല്ല, നിങ്ങൾ 2 കാര്യങ്ങളിൽ സമ്പന്നരാണ്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒന്ന്, ദൈവത്തിന്റെ സകല വചനത്തിലും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലൊക്കെ ജീവജലത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഞാനും നിങ്ങളും വചനത്തിൽ ഉറയ്ക്കണം. നാം വചനത്തിൽ സമ്പന്നരാകണം. നിർഭാഗ്യവശാൽ നാം വചനം വായിക്കാറില്ല. വായിച്ചാൽ പോലും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാറുമില്ല. വചനം കേൾക്കാറില്ല. നാം അതിന് സമയം കൊടുക്കാറില്ല. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2-3 മണിക്കൂർ വിവിധ സോഷ്യൽ മീഡിയകൾക്കായി നാം മാറ്റിവെക്കുമ്പോൾ 10 മിനിറ്റ് നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ ലഭിക്കപ്പെട്ട വേദപുസ്തകം വായിക്കുവാനോ ധ്യാനിക്കുവാനോ നിർഭാഗ്യവശാൽ നമുക്ക് ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് കഴിയുന്നില്ല. ഇതല്ലേ പരമാർത്ഥം? യാത്ര ചെയ്യുമ്പോൾ പാട്ടിട്ട് കേട്ടു, ജീവജലം ഉൾപ്പെടെയുള്ള പ്രസംഗമിട്ട് കേട്ടു, ആരാധന പല സഭകളുടേത് ലൈവിൽ കാണുന്നു, കേൾക്കുന്നു, കൺവെൻഷന്റെ പ്രസംഗങ്ങൾ, ബൈബിൾ ക്ലാസുകൾ, ഇവ നാം യാത്രകളിലും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കാണുന്നു. ഇതൊക്കെ നല്ലതാ, ചെയ്തു കൊള്ളുക. ഇതൊന്നുമല്ല ദൈവവചനം വായിക്കുന്നതും പഠിക്കുന്നതും. ഇതിൽ നിന്നുമൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ് എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ഈ സാക്ഷ്യം പറയുമോ, നിങ്ങൾ വചനത്തിൽ സമ്പന്നരാണ് എന്ന്. നിശ്ചയമായും ഇന്ന് ഒരു തീരുമാനമെടുക്കണം. ഞാൻ നിശ്ചയമായും വേദപുസ്തകം ക്രമമായി വായിക്കും. നമുക്കിന്ന് വായിക്കുവാൻ വിവിധ ബൈബിൾ റീഡിംഗ് കാർഡുകളുണ്ട്. ആധുനികമായ പല ഗൈഡൻസ് ഒക്കെ നമുക്കുണ്ട്. ഇതൊന്നും വേണ്ട. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്നും ഓരോ അധ്യായം ഓരോ ദിവസം വായിച്ചാലും 10 മിനിറ്റ് എടുക്കുകയില്ല. അതുകൊണ്ട് ജീവജലത്തിന്റെ പ്രേക്ഷകരായ നമ്മോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമാണ്, നാം വചനത്തിൽ സമ്പന്നരാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്വാൻസ് ടെക്നോളജി കൊടുക്കുമ്പോൾ, നൂതന ലാപ്ടോപ്പുകൾ, മൊബൈലുകൾ കൊടുക്കുമ്പോൾ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ദൈവവചനം നാം കൊടുത്തിരിക്കണം. അതിന് സമയം കണ്ടെത്തണം. 24 മണിക്കൂറും ട്യൂഷനും പഠിത്തവും എൻട്രൻസ് കോച്ചിങ്ങിനും അല്ല. അവർക്ക് ദൈവവചനം വായിക്കുവാൻ, പഠിക്കുവാൻ, ആരാധനയ്ക്ക് കൊണ്ടുപോകുവാൻ, ദൈവവചനം കേൾക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കളാകുന്ന നാം നിശ്ചയമായും സമയം കണ്ടെത്തണം, ശ്രദ്ധിക്കണം. നമ്മളോടൊപ്പമുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും വിദൂരങ്ങളിലെ കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾ വചനം വായിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം, ഉറപ്പുവരുത്തണം. നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് കൊരിന്ത് സഭയെക്കുറിച്ച് പൗലോസിന് പറയാനുള്ളത്, നിങ്ങൾ ദൈവവചനത്തിലും മാത്രമല്ല പരിജ്ഞാനത്തിലും. എന്താണ് പരിജ്ഞാനം? യഹോവ ഭക്തി ജ്ഞാനമാണെങ്കിൽ യഹോവയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് പരിജ്ഞാനം. ഇന്ന് നമുക്ക്, നമ്മുടെ തലമുറയ്ക്ക്, എനിക്ക് സകലതിനെക്കുറിച്ചും അറിവുണ്ട്. ശരിയല്ലേ? നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചാട്ട്. എന്ത് ചോദിച്ചാലും നമുക്ക് അതിനെക്കുറിച്ചൊരു കമന്റ് പറയാൻ കാണും. നമുക്ക് അറിയത്തില്ലെങ്കിലും നമ്മൾ അറിയത്തില്ല എന്ന് പറയുകയില്ല. എന്തെങ്കിലും നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം? നമുക്കറിയാവുന്നത്, എന്റെ കാര്യങ്ങൾ നടക്കണം, എന്റെ മക്കളുടെ കാര്യങ്ങൾ നടക്കണം, എന്റെ കയ്യിലെ പണമൊന്നും നഷ്ടപ്പെടരുത്, എന്റെ മക്കൾക്ക് ഒരു കുഴപ്പം വരരുത്, പ്രത്യേകാൽ എനിക്ക് ആരോഗ്യ വിഷയങ്ങളൊന്നും ഉണ്ടാകരുത്, ഒരു വിധത്തിലും ഞാൻ വിഷമിക്കാൻ ഇടയാകരുത്. ഇങ്ങനെയെല്ലാം കാത്തു പരിപാലിക്കുന്ന എന്തോ ഒരു അദൃശ്യ ശക്തി എവിടെയോ ഇരിക്കുന്നു. ഇതിനപ്പുറത്ത് ഈ ദൈവം എനിക്കാര്? ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു ചിന്തയാണ്.
ഞാൻ ഈ ദൈവം ആരാണെന്ന് വ്യക്തിപരമായി രുചിച്ചറിയാത്തത് കൊണ്ട് എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മളെ വിട്ട് വിദൂരങ്ങളിൽ പോകുമ്പോൾ ദൈവത്തിൽ നിന്നും അകലുന്നു, ദൈവമില്ലാത്തവരായി മാറുന്നു. സഭയോ കൂട്ടായ്മയോ ദൈവവചനമോ ദിനംതോറുമുള്ള പ്രാർത്ഥനയോ അവരിൽ നിന്നും അന്യം നിന്നു പോകുന്നു. ഏതെങ്കിലും മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ച് വേദനയുണ്ടോ? ഭാരമുണ്ടോ? മനോവിഷമമുണ്ടോ? അതെ, അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ഭൗതികമായി പാരിശ്വാലുണ്ടോ, കോളേജുണ്ടോ, സ്കൂളുണ്ടോ, ഓർഫനേജ് ഉണ്ടോ, മറ്റ് കെട്ടിടങ്ങളുണ്ടോ, പ്രോപ്പർട്ടി ഉണ്ടോ? ഇതൊന്നുമല്ല ഞാൻ നിങ്ങളിൽ കണ്ട സമ്പന്നത. കൊരിന്ത് സഭയെ, നിങ്ങൾ എല്ലാ വിധത്തിലും സമ്പന്നരാണ്, ഫിനാൻഷ്യലി റിച്ച് ആണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങൾ ദൈവത്തിന്റെ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നിരിക്കുന്നു. യെസ്, അതാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്നോട് തന്നെ ചോദിക്കാം, ഞാൻ വചനം പഠിക്കുവാൻ എത്ര സമയമെടുക്കുന്നു? എന്റെ സമ്പന്നത എന്തിലാണ്? ലോകപ്രകാരം പണം കൂട്ടിയാൽ, വലിയ ഉന്നത സ്ഥാനം ലഭിച്ചാൽ, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ, പ്രോപ്പർട്ടികൾ മേടിച്ചു കൂട്ടിയാൽ, യൂറോപ്യൻ കൺട്രികളിൽ താമസിച്ചാൽ എല്ലാമായോ? സമാധാനമായോ? സന്തോഷമായോ? പ്രിയമുള്ളവരെ, സ്വസ്ഥമായി ഉറങ്ങുവാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എത്ര കോടി ഉണ്ടെങ്കിലും ഒരു കാര്യവുമില്ല. ദൈവവചനത്തിലും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും സമ്പന്നത നേടാത്തിടത്തോളം കാലം ഈ ലോകത്തിന്റെ ഏത് അറിവും എത്ര സമ്പത്തും എന്തെല്ലാം നേടിയാലും വെറും മിഥ്യയാണ്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുകയില്ല, നമ്മളെ നിത്യതയിൽ എത്തിക്കുകയില്ല. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ സഭയെക്കുറിച്ച് സാക്ഷിച്ചതുപോലെ എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷിക്കട്ടെ. നമ്മിൽ കൂടെ യേശുവിനെ അറിയട്ടെ, ദൈവവചനം പരക്കട്ടെ. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, സാധ്യതകൾ ഒരാളോടെങ്കിലും ഞാൻ രുചിച്ചറിഞ്ഞ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായും സുവിശേഷം ലോകമെമ്പാടും വളരെ പെട്ടെന്ന് പ്രചരിക്കപ്പെടും. ആകയാൽ ഈ ഒരു ക്രിസ്തീയ സാക്ഷ്യം ഞാൻ നിങ്ങൾ നിലനിർത്തുകയും കർത്താവിന്റെ വരവ് വരെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുകയും നാം ഒക്കെയും നിൽക്കുന്ന സഭയിൽ, സമൂഹത്തിൽ, കൂട്ടായ്മയിൽ ദൈവവചനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സാക്ഷ്യമുള്ളവരായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ ഒരു ധന്യമായ, ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ സമ്പന്നമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൗലോസ് കൊരിന്ത് സഭയെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തോട് ചോദിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള സാക്ഷ്യം എങ്ങനെയായിരിക്കുന്നു? വചനത്തിൽ ഞങ്ങൾ എത്രത്തോളം വളർന്നിരിക്കുന്നു? അങ്ങയെക്കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്? ഈ ചോദ്യങ്ങളുടെ മുമ്പാകെ പകച്ചു നിൽക്കാതെ, ഉത്തരമില്ലാതെ സങ്കടപ്പെട്ടു നിൽക്കാതെ ധൈര്യത്തോടെ നിൽപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഇന്ന് ഈ ദൈവവചനം കേട്ട എല്ലാ നിന്റെ മക്കൾക്കായും സ്തോത്രം. ഞങ്ങളുടെ ക്രിസ്തീയ സാക്ഷ്യം ഏത് സാഹചര്യത്തിലും നിലനിർത്തുവാൻ ഞങ്ങളെ ഒരുക്കണം. അങ്ങയുടെ വചനത്തിലും അങ്ങയെക്കുറിച്ചുള്ള അറിവിലും ഞങ്ങൾ സമ്പന്നരായി ഈ വലിയ അനുഗ്രഹിക്കപ്പെട്ട സമ്പന്നത
അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ ഏവരെയും പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം സാക്ഷ്യത്തിന്റെ ജീവിതമാണ്, വചനാധിഷ്ഠിത ജീവിതമാണ്, ദൈവത്തിൽ വേരൂന്നിയ ജീവിതമാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനം നാം കേട്ടതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്ത് കുറവുകളെ വചനാടിസ്ഥാനത്തിൽ നികത്തി പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ, കരുതൽ, സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാവും. അതുള്ളിടത്തോളം കാലം നാം ഒന്നും ഓർത്തും ഭാരപ്പെടേണ്ട. ഇന്ന് വിഷമത്തിലോ ഭാരത്തിലോ വേദനയിലോ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ വിഷമം എന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് മാറ്റുവാൻ ഈ കർത്താവിന് കഴിയും. അങ്ങനെ എന്നെയും നിങ്ങളെയും അനുഗ്രഹത്തോടെ നടത്തുകയും വചനപ്രകാരമുള്ള സമ്പന്നത നമുക്കും നമ്മുടെ കുടുംബത്തിനും തലമുറയ്ക്കും സഭയ്ക്കും ദേശത്തിനും നൽകി ഒരു വിജയ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി ധന്യതയോടെ നടത്തട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.